നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ പറ്റുമെങ്കിൽ പരമാവധി കൊടുക്കുവാൻ ശ്രമിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ റീഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വിചാരിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. നമുക്കിവിടെ പ്രധാനമായിട്ടും കാണുവാൻ സാധിക്കുന്നത്, ഈ വ്യക്തി വളരെയധികം സൽപ്പേര് വീണ്ടെടുക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നു. അതായത് വളരെയധികം മാനസികവും ശാരീരികവും മറ്റെന്തൊക്കെ ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമോ അതെല്ലാം, ഏതൊക്കെ രീതിയിലൊക്കെ ഒരു മനുഷ്യനെ തകർക്കുവാൻ സാധിക്കുമോ അങ്ങനെ എല്ലാ തരത്തിലുള്ള കടമ്പകളും ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തിയും മുന്നോട്ട് കടന്നു വന്നിട്ടുള്ളത്. ചെറുപ്പകാലം തൊട്ടേ ഒരുപാട് വേദനകളും ദുരിതങ്ങളും അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയായിരിക്കാം ഈ പേഴ്സൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം മോശപ്പെട്ട അവസ്ഥയിലേക്കും സാഹചര്യത്തിലേക്കും പോയാലും അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് പുതിയൊരു തുടക്കം കുറിക്കണം, മുന്നോട്ട് കുതിക്കണം എന്നുള്ള മനോഭാവമുള്ള മനക്കരുത്തുള്ള ഒരു പേഴ്സണായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ശക്തി, മനോബലം ഈ വ്യക്തി സ്വയം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ആയുധം തന്നെയാണ്. കൂടെ നിന്നവരും എല്ലാവരും ഈ വ്യക്തിയെ ഒറ്റിയപ്പോൾ ഈ വ്യക്തി തളർന്നു പോയില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിലാണെങ്കിൽ പോലും ദാമ്പത്യ ജീവിതത്തിലാണെങ്കിൽ പോലും ഈ വ്യക്തി ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഇതുവരെയും വിവാഹം കഴിക്കാത്ത വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും വിവാഹത്തിന് വളരെയധികം തടസ്സം നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെയധികം ഈ വ്യക്തി പരിശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. നല്ല രീതിയിൽ ഈ വ്യക്തി പരിശ്രമിക്കുന്നുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു പക്ഷേ ഈ വ്യക്തി ഒന്നും ചെയ്യുന്നതായിട്ടോ പ്രവർത്തിക്കുന്നതായിട്ടോ നിങ്ങൾക്ക് കാണുന്നില്ലായിരിക്കാം. നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കും ഈ വ്യക്തി നിശബ്ദത പാലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം. പക്ഷേ ഈ വ്യക്തി നിങ്ങളുമായിട്ട് തന്നെ ഒരുമിച്ച് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിലേക്കുള്ള വാതിലുകളാണ് ഈ വ്യക്തി മുട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. എന്നെങ്കിലും എൻ്റെ പരിശ്രമത്തിന് വിജയമുണ്ടാകും, ഉണ്ടാവാതിരിക്കില്ല എന്നുള്ള ഒരു മനോബലത്തിലാണ്, പ്രത്യാശയോടു കൂടിയാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം ഒരു മനസ്സിന് വളരെയധികം അഭിമാനമുള്ള ഒരു അഭിമാനശീലമായ അഭിമാനിയായ ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് ഈ പേഴ്സൺ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ യാചിച്ചോ പരിഹസിക്കപ്പെട്ടോ ഒന്നും ഈ വ്യക്തി ജീവിക്കാൻ തയ്യാറല്ല. ഈ വ്യക്തിക്ക് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളിൽ നിന്നോ നിങ്ങളുടെ വീട്ടുകാരിൽ നിന്നോ ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഈ വ്യക്തി വിവാഹത്തിന് വേണ്ടി നിങ്ങളുടെ വീട്ടിൽ വരികയോ നിങ്ങളുടെ മാതാപിതാക്കളായിട്ട് സംസാരിക്കുകയോ ആവശ്യപ്പെടുകയോ ആലോചന ചെയ്യുകയോ ചെയ്തപ്പോൾ എന്തൊക്കെയോ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്, നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു മാനസിക മുറിവും ഈ വ്യക്തിക്ക് അത് ഉണങ്ങാതെ കിടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ ഇപ്പോഴും ഈ പേഴ്സൺ കാണുന്നത് വളരെയധികം ബഹുമാനപൂർവം തന്നെയാണ്. മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ പോലും, നേരിട്ട് കാണുകയാണെങ്കിൽ പോലും, നേരിട്ട് കാണുമ്പോൾ ഒരു മുഖം, മനസ്സിൽ വേറെ മുഖം, വേറെ ചിന്തിക്കുക, അങ്ങനെയുള്ള ചീറ്റിംഗ് എനർജിയൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം ഈ വ്യക്തിക്ക് കാപട്യം എന്താണെന്ന് അറിയില്ല, പറ്റിക്കുക എന്താണെന്ന് അറിയില്ല, മോശപ്പെട്ട രീതിയിൽ പെരുമാറാൻ അറിയില്ല. വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള
ഒരു പേഴ്സൺ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് പേര് പറ്റിച്ചിട്ട് പോയി. ഒരുപാട് പേര് ഈ പേഴ്സണെ ഒറ്റപ്പെടുത്തി കളഞ്ഞു. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ മാതാപിതാക്കൾ പോലും. പക്ഷെ ആരുമില്ലെങ്കിൽ പോലും മുന്നോട്ട് കുതിക്കണം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ തുടങ്ങിയിട്ടുള്ളത്. എംബറിന്റെ എനർജിയിൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. എന്തൊക്കെ പ്രതിസന്ധികളും എന്തൊക്കെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഈ പേഴ്സൺ ഉണ്ടായാലും അത് നന്നായി കരഞ്ഞ് അതങ്ങ് അവസാനിപ്പിക്കും. ഉള്ളിൽ നിന്നുള്ള വിഷമം പുറത്തേക്ക് കളയും. അതിനുശേഷം ഈ വ്യക്തിയുടെ ഒരു തിരിച്ചുവരവുണ്ട്. കുതിച്ചുയരുന്ന ഒരു മനോഭാവം ഈ വ്യക്തിയിലേക്ക് വരികയും ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വളരെയധികം ഫൈറ്റിംഗ് എനർജി, അല്ലെങ്കിൽ നല്ല രീതിയിൽ ശത്രുക്കളെ തോൽപ്പിക്കണം, വിജയം കണ്ടെത്തണം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സന്റെ മനസ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ പേഴ്സൺ ഇടപെടുന്നുണ്ട്, കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ പലതും വിജയിക്കുന്നുണ്ട്, ചിലത് പരാജയപ്പെടുന്നുണ്ട്. ചിലപ്പോൾ ഈ വ്യക്തിയുടെ വിശേഷങ്ങൾ നിങ്ങളോട് പങ്കിടുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള മ്യൂച്വൽ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ടാകാം. ഈ പേഴ്സന്റെ അവസ്ഥ നിങ്ങൾ പലവരും പറഞ്ഞറിഞ്ഞ് അറിയുന്നുണ്ടാകാം, അല്ലെങ്കിൽ നേരിട്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളോട് പറയുന്നുണ്ടാകാം. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ ചെറിയ രീതിയിലെങ്കിലും നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഈ വ്യക്തിയായിട്ട് നേരിട്ട് സംസാരിച്ചില്ലെങ്കിൽ പോലും വേറെ വഴിയിലൂടെ ആയാലും രണ്ടുപേരുടെയും അവസ്ഥ നിങ്ങൾ എങ്ങനെയൊക്കെയോ അറിയുന്നുണ്ട്, അഥവാ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിന് ഈ വ്യക്തിക്ക് കുറച്ച് പ്ലാനിങ് ഉണ്ട്. ചിലപ്പോൾ സ്വന്തമായ ഒരു ഭവനമായിരിക്കാം, സ്വന്തമായ ഒരു വാഹനമായിരിക്കാം, സ്വന്തമായി നല്ലൊരു ജോലിയായിരിക്കാം, സാമ്പത്തിക കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അത് വീട്ടണം എന്നുള്ള മനോഭാവമായിരിക്കാം. അതിനുശേഷം ഒരു ജീവിതത്തിലേക്ക് പോയാൽ മതി എന്നുള്ള ദൃഢമനസ്സോട് കൂടി ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്തായാലും ഈ പേഴ്സന്റെ ഈ ഒരു മനോഭാവത്തിൽ നമുക്ക് തീർച്ചയായിട്ടും കൈയടിച്ചേ പറ്റൂ. കാരണം വളരെ നല്ലൊരു പോസിറ്റീവ് ചിന്താഗതിയുള്ള, അല്ലെങ്കിൽ എത്രത്തോളം കീഴ്പോട്ട് പോയാലും ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, സത്യം വിജയിക്കട്ടെ എന്നുള്ള മനോഭാവത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആ ഒരു പ്രചോദനവും ഊർജവും ഈ വ്യക്തിക്ക് ലഭിച്ചത് ഈ വ്യക്തിയുടെ ചെറുപ്പകാലം തൊട്ടുള്ള അവഗണനകളും കളിയാക്കലുകളും സ്നേഹം കുറവും അതുപോലെ പ്രൊട്ടക്ഷൻ ഇല്ലായ്മയും അനുഗ്രഹമില്ലായ്മയും മറ്റുള്ളവർ ഈ വ്യക്തിയെ ശ്രദ്ധിക്കാതെയും ഒറ്റപ്പെടുത്തിയും ഒക്കെ അതിൽ നിന്നും വളരെയധികം ഊർജം കൊണ്ട് ആർജവത്തോടു കൂടി കുതിച്ചുയർന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയായിട്ടുള്ള നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം മനോഹരമായിരിക്കും. കാരണം ഈ വ്യക്തി എന്തെങ്കിലും വാക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് 100% സത്യസന്ധതയോടുകൂടി പാലിക്കുവാൻ ഈ വ്യക്തി ശ്രദ്ധിച്ചിരിക്കും. അതിൽ വെള്ളം ചേർക്കാനോ മറുവാക്ക് പറയാനോ എക്സ്ക്യൂസസ് പറയാനോ അല്ലെങ്കിൽ നുണ പറയാനോ ഒന്നും ഈ വ്യക്തി തയ്യാറല്ല. അതൊരു പക്ഷെ നിങ്ങൾക്കും നന്നായിട്ടറിയാം, നിങ്ങളുടെ വീട്ടുകാർക്കും നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടാകാം. ചിലപ്പോൾ ഈ വ്യക്തിയുടെ വാക്കിന്റെ പുറകിലായിരിക്കാം, വാക്കിന്റെ ബലത്തിലായിരിക്കാം നിങ്ങളും ഇപ്പോഴും വേറെ ബന്ധങ്ങളിലേക്കൊന്നും പോകാതെയും വേറെ ജീവിതത്തിലേക്ക് പോകാതെയും കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തി വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ വീഡിയോ തുടങ്ങുന്നതിൻ്റെ തുടക്കത്തിൽ സ്ക്രീനിലും പറ്റുമെങ്കിൽ കാണിക്കുവാൻ ശ്രമിക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.